അതൊരു കോൺഗ്രസ്സുകാരൻ ഒരു ചാനലിൽ വന്നിരുന്നിട്ട് പിണറായി വിജയന് തുല്യനല്ലേ ജി സുധാകരൻ, എന്താണ് അയാളുടെ കുഴപ്പം എന്ന് പരിശോധിക്കേണ്ടത് കോൺഗ്രസ് അല്ല, അത് പരിശോധിക്കേണ്ടത് CPM എന്ന് പറയുന്ന പാർട്ടിയാണ്. ഞാൻ ചോദിക്കുന്നത് പിണറായി വിജയന്റെ യോഗ്യത തീരുമാനിക്കാൻ നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഞങ്ങൾ ആരുമല്ല. പക്ഷെ പിണറായി വിജയന് പ്രത്യേക പരിഗണനയുണ്ട്, ജി സുധാകരനേക്കാൾ കൂടുതൽ പരിഗണനയുണ്ട്. അതുകൊണ്ട് ടേം വ്യവസ്ഥയും പ്രായ വ്യവസ്ഥയും ബാധകമല്ല എന്ന് പറഞ്ഞാൽ സാമാന്യ ബോധമുള്ള മനുഷ്യർ അത് കാര്യത്തിൽ ഒരു സംശയം ചോദിക്കും. സ്വാഭാവികം. ജി സുധാകരനെ കുറിച്ച് മാസപ്പടിയില്ല, ലൈഫ് മിഷൻ ഇല്ല, ഗോൾഡ് കടത്തില്ല, അതുപോലെ ലാവ്ലിംഗ് കേസിലെ പ്രതിയല്ല, ഇങ്ങനെ ഒരു ആക്ഷേപമില്ല. അങ്ങനെയുള്ള ആൾക്ക് ഇതൊക്കെയുള്ള ആളുമായിട്ട് നോക്കുമ്പോൾ മറ്റേ ആളാണ് കുറച്ചുകൂടി യോഗ്യൻ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ സഖാക്കന്മാർക്ക് പറ്റിയില്ലെന്ന് വരും. ഇനി 15 പേര് പോലും കൂടെ ഇല്ലാത്ത ഒരാളാണ് ജി സുധാകരൻ എന്ന് പറയുമ്പോൾ, എച്ച് സലാം പറയുമ്പോൾ, ഈ 15 പേര് പോലും കൂടെ ഇല്ലാത്ത ആളെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ വേണ്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുടുംബത്തോട് പോയി കൂടെ പോയി അവിടെ മറ്റേ സന്ധി സംഭാഷണത്തിന് ശ്രമിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? അപ്പൊ മറുപടി പറയണ്ടേ? എം വി രാഘവനെ കുറിച്ചും ഗൗരിയമ്മനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ടല്ലോ. എം വി രാഘവൻ പുഷ്പം ജീവിച്ചിരിക്കുമ്പോൾ അതാ എം വി രാഘവനെ നിങ്ങൾ കൊണ്ടുപോയി പാർട്ടിക്കകത്ത് കൊണ്ടുപോയി പ്രതീക്ഷിച്ചില്ലേ? എം വി രാഘവന്റെ മകനെ കൊണ്ട് നിങ്ങൾ മത്സരിപ്പിച്ചില്ലേ? ജീവിച്ചിരിക്കുന്ന പുഷ്പന്റെ കാലത്ത്, നിങ്ങളുടെ രക്തസാക്ഷി എന്ന് പറഞ്ഞ് നിങ്ങൾ ആഘോഷിച്ച കാലത്ത്. അപ്പൊ നിങ്ങൾക്ക് ഇതിലൊന്നും രാഷ്ട്രീയ മര്യാദയില്ല. രക്തസാക്ഷികളുടെ ഫണ്ട് കട്ടെടുത്തത് ചോദ്യം ചെയ്ത കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് നിങ്ങൾ കമ്മ്യൂണിസത്തെ കുറിച്ച് പറയാം. നിങ്ങൾ ഇത് തന്നെയാണ് ബംഗാളിലും ത്രിപുരയിലും പറഞ്ഞത്. ഇന്നെന്താ അവസ്ഥ? ഓൺലൈനിൽ അപേക്ഷ കൊടുക്കുകയാണ്. ബംഗാളിൽ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ ആകർഷിക്കാൻ ഓൺലൈനിൽ പരസ്യം കൊടുക്കുന്ന ഗതികളിലേക്ക് ബംഗാളിലെ CPM പോയി. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.